സോപാനം പാടി മാവേലി മന്നനെ വരവേൽക്കുകയാണ് കൊല്ലം പെരുമ്പുഴ സ്വദേശികളായ മൃദംഗ വിദ്വാൻ പ്രവീൺ ശർമ്മ, ആശാ പ്രവീൺ ദമ്പതികളും മകൻ ആനന്ദ് ഭൈരവും. മൂവർക്കും സംഗീതം ഉപാസന മാത്രമല്ല, ജീവിതവുമാണ്. എല്ലാവർക്കും ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ അത് താളത്തിൻ്റെയൊക്കെ ഒരു മേഖല കൂടിയാണ്. പ്രത്യേകിച്ച് സംഗീതമില്ലെങ്കിൽ പിന്നെന്ത് ഓണാഘോഷം. അപ്പം നമ്മൾ ഇന്ന് കൊല്ലത്തെ ഒരു സംഗീത കുടുംബത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ തന്നെയാണ്. നമ്മുടെ മൃദംഗ വിദ്വാൻ പ്രവീൺ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശ, മകൻ ആനന്ദ്. ഇവരുടെ ഒരു കോംബോ, ഒരു സംഗീതത്തിൻ്റെ ഒരു ഇതുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കുന്നത്. കേൾക്കാം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തിനാർക്കുമുട്ടില്ല താനും. പന്ത്രണ്ട് വാദ്യോപകരണങ്ങളിൽ പ്രാവീണ്യം നേടിയ ആനന്ദ് ഭൈരവ് ശർമ്മ വിവിധ വാദ്യോപകരണങ്ങൾ മീട്ടി മാവേലിയെ വരവേറ്റു. തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ സോപാനത്തിലൂടെ നമ്മൾ ഉദ്ധരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ക്ഷേത്ര സോപാനത്തിൽ മാത്രമല്ല, നമ്മൾ സ്റ്റേജിലും പ്രോഗ്രാം അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് സോപാനം. ഞാനങ്ങനെയാണ് എപ്പോഴും മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കുന്നത്. എല്ലാം അമ്മയുടെ അച്ഛൻ്റെയും സപ്പോർട്ടാണ്. പിന്നെ ഗുരുക്കന്മാരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മനുഷ്യനും ഭൂമിയായിട്ട് ചേർന്ന് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തലും കൂടാണ് ഓണം. അതുകൊണ്ടാണ് പൂക്കൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പൂക്കൾ കൊണ്ട് അത്തപ്പൂ ഇടുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭൂമിയായിട്ട് ഇണങ്ങി ജീവിക്കുക, മനുഷ്യരെല്ലാവരും ഒരുമയോടുകൂടി ജീവിക്കുക. അതൊക്കെയാണ് ഓണത്തിൻ്റെ, ചുരുക്കി പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. സംഗീതത്തിന് ജാതിയോ മതമോ ഇല്ല, പണ്ഡിതനോ പാമരനോ എന്ന വ്യത്യാസമില്ല. എന്തിന് ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഇല്ല, ചതിയുമില്ല കള്ളവുമില്ല. ആ കല തന്നെയായിരുന്നു മാവേലി. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.